എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്ലുകൾ നിറഞ്ഞ റോഡിലൂടെ ഒരുപാട് നമ്മൾ വാഹനത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കല്ലുകൾ നിറഞ്ഞ റോഡിലൂടെ വാഹനം ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കല്ലുകൾ നിറഞ്ഞ റോഡിലൂടെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള അറിവാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാത്രമേ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ വാഹനം ഓടിക്കുവാൻ പാടുള്ളൂ. ഒരു കാരണവശാലും വാഹനത്തിന് ആക്സിലറേറ്റർ കൂടുതൽ കൊടുത്ത് വാഹനം ഓടിക്കുവാൻ പാടില്ല. കാരണം കല്ലുകൾ നിറഞ്ഞ റോഡായതുകൊണ്ട് തന്നെ നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് ഒരു കല്ലിൽ നിന്നും മറ്റൊരു കല്ലിലേക്കായിരിക്കും നമ്മളുടെ വാഹനത്തിൻ്റെ ടയർ കയറുന്നത്. അതനുസരിച്ച് വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനത്തിൻ്റെ വേഗത നമ്മൾ കൺട്രോൾ ചെയ്ത് ഓടിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. സ്പീഡ് കൂടുവാൻ പാടില്ല, എന്നാൽ തീർത്തും സ്പീഡ് കുറയുവാനും പാടില്ല. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും സെക്കൻഡ് ഗിയറോ തേർഡ് ഗിയറോ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ വാഹനം ഓടിക്കുമ്പോൾ ഇടുവാൻ പാടില്ല. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് തന്നെ വാഹനം ഓടിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. സെക്കൻഡ് തേർഡ് ഗിയറുകളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം, ഒന്ന് വാഹനത്തിന് വേഗത കൂടും, രണ്ട് വാഹനം ഓഫായി പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. റോഡിലൂടെ ഒരുപാട് പേര് യാത്ര ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ റോഡിലുള്ള കല്ലുകൾ നമ്മളുടെ വാഹനത്തിൻ്റെ ടയർ കല്ലിൽ കയറി തെറിക്കുവാനുള്ള സാധ്യതകൾ, അതായത് യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും അതുമൂലം ബുദ്ധിമുട്ട് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോഴൊക്കെ നമ്മുടെ കേരളത്തിലെ റോഡുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ മാറ്റങ്ങൾ വരാത്ത ഒരുപാട് വില്ലേജ് റോഡുകളുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും കല്ലുകൾ നിറഞ്ഞ റോഡിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കാത്ത യാത്രക്കാർ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് വളരെ വ്യത്യസ്തമാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ വാഹനം ഓടിക്കുവാൻ ശേഷിയുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. തുടക്കക്കാരായ ഒരാൾ ഒരു കാരണവശാലും തുടക്കത്തിൽ ഇങ്ങനെയുള്ള റോഡുകളിലൂടെ വാഹനം ഓടിക്കുവാൻ പാടില്ല. കാരണം വലിയ അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓപ്പോസിറ്റ് മറ്റൊരു വാഹനം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കൃത്യമായിട്ടും നമ്മുടെ വാഹനം ഒരു സൈഡിൽ ഒതുക്കി നിർത്തിയതിന് ശേഷം ഓപ്പോസിറ്റ് വരുന്ന വാഹനം പോയതിന് ശേഷം മാത്രം വാഹനം കൊണ്ടുപോകുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം നിങ്ങളൊരു തുടക്കക്കാരന് ആയതുകൊണ്ട്. നമ്പർ 1, കല്ലുകൾ നിറഞ്ഞ റോഡിലൂടെ ഓടിക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഓടിക്കുവാൻ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും വാഹനത്തിൻ്റെ സ്പീഡ് കൂടുതലായിട്ട് ഓടിക്കുവാൻ പാടില്ല. ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ എന്നിവയുടെ ഉപയോഗം കൃത്യമായിട്ടും വളരെ വേഗത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകും. നമ്പർ 3, റോഡിൽ കൂടെ മറ്റ് യാത്രക്കാരുണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൻ്റെ ടയർ കല്ലിൽ കയറി കല്ലൊന്നും തെറിച്ചു പോയി യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ദേഹത്ത് മുട്ടുവാനുള്ള അവസ്ഥകൾ ഉണ്ടാകാതെ വാഹനം ഓടിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നമ്പർ 4, ഒരു കാരണവശാലും നിങ്ങൾ തുടക്കത്തിൽ ഈ കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാൻ പാടില്ല. വാഹനമൊക്കെ ഒന്ന് ഓടിച്ച് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയതിനു ശേഷം ഈ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ യൂട്യൂബിൽ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഫേസ്ബുക്കിലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.